ആദ്യം സൂചിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ കാര്യത്തെ ഞാനൊന്ന് അനിൽ ബോസിൽ കൂടി ഓർമ്മപ്പെടുത്തി തുടങ്ങാം. അനിൽ ബോസ്, പ്രധാനമന്ത്രിയും യുവരാജ് ഗോകുൽ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് പറഞ്ഞത്. ഇന്ന് രാത്രി പുലർന്നാൽ നമ്മൾ ആരും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത അടിയന്തരാവസ്ഥയുടെ 50 വർഷം തികയുന്ന ദിവസമാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയൊക്കെ ഉയർത്തിപ്പിടിക്കുന്നവർ 50 വർഷം തികയുന്ന ഈ ദിവസവും ഒന്ന് ഓർമ്മിക്കണം എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതും യുവരാജ് ഗോകുൽ ആവർത്തിക്കുന്നതും. അങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് വേണ്ടേ കൈ ഉയർത്തിപ്പിടിക്കാൻ? തീർച്ചയായിട്ടും ആ ഓർമ്മകൾ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും ഉണ്ടാകണം. ഇന്ദിരാഗാന്ധി അങ്ങനെ ഇന്നിപ്പോൾ നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്തെങ്കിൽ അന്ന് അവർ പുറത്തേക്ക് തന്നെ പോയിരുന്നു. സംശയമുണ്ടോ? ജയിലിലടക്കം പോകേണ്ടി വന്നു, പരാജയപ്പെടേണ്ടി വന്നു. അത് ഓർമ്മയുണ്ടോ? ആ ഓർമ്മയിൽ നിന്നുകൊണ്ട് വേണം രാജ്യത്ത് ജനാധിപത്യത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയും കൂടിക്കാണാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നിപ്പോൾ ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ളവർ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പൊക്കിയത് ആദ്യമായിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അരുൺ, കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നരേറ്റീവ് എന്താ? ഞങ്ങൾക്ക് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ തിരുത്തപ്പെടേണ്ടതാണ് ഈ ഭരണഘടന. ആ ക്യാമ്പയിൻ ആരാ നടത്തിയത്? നരേറ്റീവുകൾ ഒരുപാട് കണ്ടല്ലോ നമ്മുടെ രാജ്യം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 400-ലെത്തും, ഭരണഘടന തിരുത്തും എന്ന് പറഞ്ഞതാരാ, പ്രചരിപ്പിച്ചതാരാ? നമ്മൾ പരിശോധിക്കണ്ടേ? അതേ മനുഷ്യൻ ഈ തിരിച്ചടിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന മാസ്മരികത വാരി വിതറി രാജ്യത്തെ ഏതാണ്ട് ഒരു ദൈവതുല്യമായി സ്വയം അവതരിക്കാനുള്ള ക്യാമ്പയിൻ നടത്തിയ ആൾ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ താഴോട്ട് പോയി എന്നുള്ളതല്ല, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജില്ലയിൽ 12 സീറ്റിൽ 9 സീറ്റിലും തോക്കുന്നത് രാജ്യം കാണുമ്പോൾ, രാമന്റെ പേരിൽ വോട്ട് പിടിച്ചുകൊണ്ട് രാജ്യത്തെ ഡിവൈഡ് ചെയ്ത് 2 തവണ അധികാരം പിടിച്ചൊരു പാർട്ടി, ഈ രാജ്യത്തെ കബളിപ്പിച്ച പാർട്ടി, ആ രാമൻ ഉണ്ട് എന്ന് പറയുന്ന മണ്ണിൽ തോൽക്കുന്നത് കാണുമ്പോൾ, അവിടുത്തെ ആ ഗാസിയാബാദ് ജില്ലയിൽ 5 സ്ഥാനാർത്ഥികളും തോക്കുന്നത് കാണുമ്പോൾ, ഈ രാജ്യം എല്ലാ കാലത്തും കബളിപ്പിക്കപ്പെടാനുള്ളതല്ല എന്ന ബോധ്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് തിരിച്ചറിയണ്ടേ? അതുകൊണ്ടല്ലേ ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളത്തിലേക്ക് വന്നപ്പോൾ പണ്ട് മണ്ണിൽ ചുംബിച്ചിട്ടുണ്ടാവും, തറയിൽ ചുംബിച്ചിട്ടുണ്ടാവും, പക്ഷെ ഭരണഘടനയിൽ ചുംബിച്ചിരുന്നില്ലല്ലോ. തിരുത്താനിരുന്ന ഭരണഘടന സ്വന്തം കയ്യിലെടുത്ത് മുത്താനും അതിൽ നമസ്കരിക്കാനും കാണിച്ച ആ ചിന്തയുണ്ടല്ലോ, അതാണ് ഈ രാജ്യം കാണുന്നത്. അതുണ്ടാക്കിയ ആളുകളുടെ പേര് കോൺഗ്രസ് എന്നോ ഇന്ത്യ സഖ്യമെന്നോ രാഹുൽ ഗാന്ധിയെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിശേഷിപ്പിക്കാം. ഭരണഘടനയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുത്താനിരുന്ന ഭരണഘടനയിൽ അദ്ദേഹത്തെ കൊണ്ട് മുത്താനും നമസ്കരിക്കാനും അവസരം കൊടുത്തതാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ തിരിച്ചുവരവിന്റെ ആദ്യ ഫലം, ആദ്യ സൂചന. അതാണ് അരുൺ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. അതിനു മുമ്പ് നേരത്തെ യുവരാജ് ഗോകുൽ പറഞ്ഞു, പലതവണ റീലോഞ്ച് ചെയ്തിട്ടും വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും റീലോഞ്ച് ചെയ്ത് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരികയാണ്. ഇനി 5 വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ റീലോഞ്ച് ചെയ്ത് പ്രതിപക്ഷത്തിന് ഇരിക്കാനായിരിക്കും യോഗമെന്നാണ് യുവരാജ് ഗോകുൽ പരിഹസിച്ചത്. അല്ല, അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. 45 ദിവസമോ 6 മാസമോ നമ്മുടെ മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ, നമുക്ക് കാണാം. 5 വർഷം കാത്തിരിക്കേണ്ടി വരുമോ അതോ അതിവേഗം ഗവൺമെന്റിലേക്ക് വരുമോ എന്ന് കാണാം. ഇന്നും ഈ ഗവൺമെന്റ് ഉണ്ടാക്കാത്തത് നിങ്ങൾ റീലോഞ്ച് ചെയ്യും. ഒറ്റ സെക്കൻഡ് റീലോഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഉയർത്തുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ, ജനങ്ങളുടെ മുൻപാകെ അധികാരം ഭ്രമിപ്പിക്കാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ, സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പരിണത ഫലമാണ് ഈ ഗവൺമെന്റ്. ഇപ്പോഴും മമത ഉൾപ്പെടെ ഇന്ത്യയിൽ ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടികൾ ഉൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ഗവൺമെന്റ് ഉണ്ടാക്കാൻ, ഇന്ത്യ സഖ്യത്തോട് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ മണ്ടന്മാരും പൊട്ടന്മാരുമായിട്ടല്ല ഗവൺമെന്റ് ഉണ്ടാക്കാത്തത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം BJPക്കോ സംഘപരിവാറുകാരനോ ഇല്ലാതെ പോയാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഒന്ന് ഞാൻ അരുണോട് ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നു, ജനതാദളുമൊക്കെ തമ്മിലിടിച്ച് വീഴുമ്പോൾ കിട്ടുന്ന ചോരക്കഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷണം. നിതീഷ് കുമാറും ജനതാദൾ എസും TDPയും ഒക്കെ ഇന്ത്യയിൽ കലഹമുണ്ടാക്കുന്നത് കാണുമ്പോൾ അതിനുള്ള സാധ്യതകൾ തേടിയിരിക്കുകയാണ് നിങ്ങൾ. അല്ല, കലഹമുണ്ടാക്കണ്ട. ഈ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അതിന് കഴിയുമായിരുന്നു. ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ BJP ആദ്യം വിളിക്കുമെന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ പുറകോട്ട് നിൽക്കുന്നത്.
ആ ഓപ്ഷൻ നടക്കട്ടെ. കാരണം രാഷ്ട്രപതി അവരുടെ ആളാണ്, ഉപരാഷ്ട്രപതി അവരുടെ ആളാണ്. സ്വാഭാവികമായും നമുക്ക് വേണമെങ്കിൽ കർണാടക മോഡൽ പരീക്ഷിക്കാം ഇന്ത്യൻ പാർലമെന്റിൽ. ഈ സന്ദർഭത്തിൽ സുപ്രീം കോടതി 45 ദിവസം അവധിയാണ്, വെക്കേഷൻ കോട്ടേ ഉള്ളൂ. അരുൺ ഇതൊക്കെ കൃത്യമായി പഠിക്കണം. എന്തുകൊണ്ട് കോൺഗ്രസ് 2 സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു? പുലി പതുങ്ങുന്നതെല്ലാം പുറകോട്ട് ഓടാനാണെന്ന് വരയ്ക്കരുത്, കുതിക്കാനാണ്. നിങ്ങൾ മനസ്സിലാക്കോ? ശരി, കർണാടകയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.